ഹായ്. അപ്പോഴേ ഇന്ന് ഈസ്റ്റർ തലേന്ന ഭക്ഷണമാണ് കേട്ടോ ഇത്. ഭയങ്കര തിരക്കാണ് കേട്ടോ, മുട്ടൻ തിരക്കാണ്. അതിനിടയ്ക്ക് തട്ടിക്കൂട്ടി 2-3 കറിയൊക്കെ ഉണ്ടാക്കിയെടുത്ത് രാവിലെ തന്നെ ഇറച്ചിക്ക് പോയി ഇറച്ചിയൊക്കെ മേടിച്ചിട്ട് വന്ന് താറാവിനൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ റെഡിയാക്കണം. ഇനി ഉച്ച കഴിയുമ്പോൾ നല്ല മരണപ്പണിയാൻ. അപ്പോൾ ഇറച്ചി ഇത്തിരി 2 കട കപ്പയും പറിച്ചും കപ്പയിട്ട് വെച്ച്, ഇത്തിരി ഇറച്ചി കപ്പയിട്ട് വെച്ച്, പിന്നെ പൂള ഞാൻ ഉപ്പ് പുരട്ടിയൊക്കെ വെച്ച് വെച്ചിട്ടാ അതെടുത്ത് വറുത്തു. പിന്നെ ഇത് കോവക്കയാണ്, ഒരു പച്ചക്കറി വേണമല്ലോ. കോവക്ക ചെമ്മീനിട്ട് മെഴുക്ക് പുരട്ടി റെഡിയാക്കിയതാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഈസ്റ്റർ തലേന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഞാൻ ഇറച്ചിയൊക്കെ വേവിച്ച് വെച്ചേക്കണതാണ്. അപ്പോൾ ഇത്തിരി ഇറച്ചി ഇപ്പോൾ ഉച്ചക്കത്തൊക്കെ കപ്പയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, തക്കാളി, വെളുത്തുള്ളി. അപ്പോൾ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടാണ് ഞാൻ ഇറച്ചി വേവിച്ചത്. താളിക്കാൻ നേരത്തെ ഇത്തിരി കൂടി ഞാൻ ഇടണതാണ്. ഒരല്പം ഇറച്ചി ഉച്ചക്കത്തൊക്കെ മാത്രം റെഡിയാക്കുന്നതാണ്. കപ്പയൊക്കെ ഞാൻ വേവിച്ച് വെച്ചേക്കണേ കേട്ടോ. ഇറച്ചിയും കപ്പയൊക്കെ വേവിച്ച് വെച്ചേക്കണേയാണ്. കപ്പ ഇവിടുത്തെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം വാടിയിട്ടുണ്ട്. ഈ പൊടികൾ ഞാൻ ഇട്ട് കൊടുക്കണേ കേട്ടോ. എല്ലാ പൊടിയും കൂടി ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കുന്നതാണ്. കുരുമുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇറച്ചി ഞാൻ മൊത്തം വേവിച്ചിട്ട് ഇഷ്ടത്തിനുള്ള ഇറച്ചി മാറ്റി വെച്ചിട്ട് ബാക്കി ആ വെള്ളം ഇറച്ചിയും കൂടിയാണ് ഞാനിപ്പോൾ കറക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇറച്ചിയൊക്കെ വെന്ത ഇറച്ചിയാണ്, എന്നാലും മസാലക്കിടന്നൊന്ന് റെഡിയായി. ഒരു 10 മിനിറ്റ് തിളച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇട്ട് ഞാൻ ഇതിലേക്ക് കപ്പ കോരി വെച്ചതാണ് ഇട്ട് കൊടുക്കും. കപ്പ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചതാണ് കേട്ടോ. കപ്പ ഈ ഇറച്ചി കിടന്നൊന്ന് റെഡി ആവട്ടെ. ഇല്ല, നെയ്യൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഒന്നും കൂടി മൂടി വെക്കാം. അപ്പോൾ നമുക്ക് കറി നോക്കാം. കപ്പ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടാ. 10 മിനിറ്റ് ഞാൻ മൂടി വെച്ചിരുന്നു. അപ്പോൾ കപ്പ ഇറച്ചിയുമായിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടി. അപ്പോൾ ഗ്രേവി വേണം. തണുത്ത് കഴിയുമ്പോൾ ഇത് റെഡി ആവും കേട്ടോ. അത്ര മതി. നമുക്കിതിലേക്ക് ഒരു 5-6 ഏലക്ക ചതച്ചതാണ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പയും ഇറച്ചിയും കൂടിയുള്ള കറി റെഡിയായി. അപ്പോഴേ ഒരു 5-6 പൂളാനുണ്ട് കേട്ടോ. പൂളാൻ ഞാൻ അരമണിക്കൂർ മുമ്പ് ഉപ്പൊക്കെ പുരട്ടി, ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും കേട്ടോ മീനുമ്മേ. അതൊരു 5-6 വറുത്തെടുക്കാം. അപ്പോഴേ ഈസ്റ്ററിൻ്റെ തലേദിവസമായിട്ട് ഇത്തിരി പച്ചക്കറി വെക്കണേ കേട്ടോ. കോവക്ക നല്ല നാടൻ വലിയ കോവക്കയില്ലേ, അതൊരു 1/2 കിലോ വാങ്ങിച്ചിട്ടാ. ചെമ്മീനിട്ട് ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണതാണ് ഒരു കറി. പച്ചക്കറി സ്പെഷ്യൽ ഇതാണ് കേട്ടോ. കോവക്ക ചെമ്മീനിട്ടുള്ള മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കട്ട് ചെയ്ത് ഒന്ന് വാടിക്കഴിയുമ്പോൾ പൊടികളിട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. പൊടികളായിട്ട് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം.
ഒരു 5-6 ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാം. കോവക്ക 4 പൊളന്നിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന കേട്ടോ. അത്രയും വലിയ കോവക്കയായിരുന്നു. നാടൻ കോവക്കയില്ലേ, അതായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ വലിയ കോവക്ക വരുമ്പോൾ ഞാൻ എപ്പോഴും മേടിക്കും കേട്ടോ. ഇന്നും മാർക്കറ്റിൽ കണ്ട് വലിയ കോവക്ക. റെഡി ആയിട്ട് ഇങ്ങനെ നമ്മുടെ ചെമ്മീനും കോവക്കയും കൂടിയുള്ള മെഴുക്ക് പുരട്ടി റെഡിയായി. പച്ചക്കറി സ്പെഷ്യൽ ഒരെണ്ണം ഇതാണ്. കഴിക്കാം. അപ്പോൾ ഉണ്ടല്ലോ, ഇറച്ചി മേടിച്ചപ്പോൾ അതിൽ 2-3 എല്ലുണ്ടായിട്ടാ. ഞാൻ എല്ലിൻ്റെ ആളാണ്. എല്ലിൻ്റെയും മീനിൻ്റെ തലയുടെയൊക്കെ ആളാണ്. അപ്പോൾ എല്ലിനെ ആദ്യം പൊക്കിയെടുക്കാൻ എല്ല് മീതിയെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലും കപ്പയൊക്കെ. അതാണ് ഈ കപ്പയിട്ട് വെച്ചത്. അപ്പോൾ നല്ല എരുമിറച്ചിയാണ് കേട്ടോ. ഇത്തിരി കപ്പ ഇറച്ചി എടുക്കാം. ഒരു കഷ്ണം മീൻ എടുക്കുന്നുള്ളൂ. ഇതൊക്കെ ഇപ്പം തന്നെ തീരും കേട്ടോ. പിന്നെ ഇത്തിരി കോവക്ക എടുക്കാം. കോവക്ക നല്ല വലിയ കോവക്കയില്ലേ, വലിയ കോവക്ക അതായിരുന്നു. അപ്പോൾ 4 പൊളന്നൊക്കെ റെഡിയാക്കിയതാണ് ഞാൻ. നാടൻ കോവക്കയായിരുന്നു കേട്ടോ. നല്ല ചൂടുണ്ട്. ഇപ്പം വെച്ച് കഴിഞ്ഞേ ഉള്ളൂ എല്ലാം. അത് കാരണം അടിപൊളി ചൂടാണ്. ചൂടിൻ്റെ സമയത്ത് ടേസ്റ്റൊക്കെ അറിയൽ കുറവായിരിക്കും. സൂപ്പറാട്ടോ. എല്ലിനെ കടിക്കാൻ സമയമായിട്ടില്ല, ചൂടാണ്. പിന്നെ പൂളാന ഒന്ന് തിന്ന് നോക്കട്ടെ. പൊളി. കോവക്ക നല്ല കിളുന്ത് കോവക്കയായിരുന്നു കേട്ടോ, നാടൻ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈസ്റ്റർ തലേന്ന് സ്പെഷ്യലി. ഇറച്ചിയും കപ്പയും കൂടി വെച്ചത്, പൂളാൻ വറുത്തത്, കോവക്ക മെഴുക്ക് പുരട്ടി. നിങ്ങളെല്ലാവരും കഴിച്ചോ? എല്ലാവരും നല്ല തിരക്കിലായിരിക്കും എന്നറിയാം. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്.